അയ്യോ, ഞങ്ങൾ എത്ര മണിക്കൂർ, 1 മണിക്കൂറിന് മേലെ ഡ്രൈവ് ചെയ്ത് ഒന്നര പോയിട്ട് 150 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വന്നതാ ഈ ഫോർട്ട് കാണാൻ. എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഗൈസ്. പ്രശ്നം വെച്ചാലേ കഴിച്ച നമ്മള് കഴിച്ചോണ്ടേയിരിക്കും. ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞങ്ങളൊരു യാത്ര പോവാണ്. അപ്പോൾ വിചാരിച്ചു നിങ്ങളെയും കൂടെ കൂട്ടാന്ന്. അബുദാബിന്ന് അലൈനിലേക്കുള്ള റൂട്ടിലാണ് ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കണേ. കുറേ നേരം ആ യാത്ര തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴേ മടുത്തു തുടങ്ങി. കാരണം ഇവിടെ ഡേ ടൈമിലുള്ള യാത്ര എനിക്ക് അത്ര ഇഷ്ടമല്ല. രാത്രി നമുക്കൊരു ലൈറ്റ്സ് ഒക്കെ കണ്ട് നമുക്ക് നല്ല എൻജോയ് ചെയ്ത് പോകാമല്ലോ. പകല് പക്ഷേ എന്തോ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുക. ഗ്രീനറി ഒക്കെ ഉണ്ടെങ്കിലും അത് അത്ര പ്ലീസിങ് ആണോ സൂത്തിങ് ആണോ നമ്മുടെ കണ്ണിനെന്നൊക്കെ ചോദിച്ചാൽ എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്കിവിടെ രാത്രിയാണ് ഇഷ്ടം. എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഗൈസ്. ഞാനിവിടെ ചിപ്സ് ഒക്കെ വേണ്ടി വെച്ചിട്ടുണ്ട് കഴിക്കാൻ. ഒരു പാക്കറ്റ് കുറുക്കുറേ, പിന്നെ ഞാൻ പൊട്ടിച്ച് കഴിച്ച്, പിന്നെ ലേസ് അത് ഞാൻ കഴിച്ചിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും ഗൈസ്. ലേസ് തുടങ്ങി. ഇവിടെ അവര് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോറസ്റ്റ് പോലെയുള്ളൊരു ഇതാണ്, ഫാമെന്നോ അങ്ങനെ പറയാം നമുക്ക്. പക്ഷെ കണ്ടോ, ഒരു വരണ്ട ഉണങ്ങി നിൽക്കണോ. ഞാനുണ്ടല്ലോ നമ്മുടെ നാട്ടിലത്തെ ലേസും ഇവിടുത്തെ ലേസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കളർ കണ്ടോ, ഇത് ഫ്രഞ്ചീസ് ആണ് കേട്ടോ. ഞാനിത് നാട്ടിൽ നിന്ന് അങ്ങനെ കഴിച്ചിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ പച്ചലേസ് മാത്രമേ കഴിക്കാറുള്ളൂ എവിടെ പോയാലും. എനിക്ക് പച്ചലേസ് മാത്രമാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ ട്രൈ ചെയ്ത് നോക്കാറേ ഇല്ല. പിന്നെ എൻ്റെ ഒരു ചേച്ചി പറഞ്ഞിട്ട് ഞാൻ റെഡ് ആണോ ഓറഞ്ച് ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഏതോ ഒരു ലേസും കൂടെ ഒന്ന് കഴിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും പച്ചലേസ് കടയിൽ പോയി കഴിഞ്ഞാൽ പച്ചലേസ് എന്ന് മാത്രമേ പറയുള്ളൂ, അതേ വരുള്ളൂ. അപ്പൊ ഇതിങ്ങനെ ഫ്രഞ്ചീസ് കണ്ടപ്പം എനിക്ക് ചീസിന്റെ ഫ്ലേവറൊക്കെ എനിക്ക് ഇഷ്ടം. ട്രൈ ചെയ്ത് നോക്കാന്ന് കരുതിയിട്ട് മേടിച്ചതാണേ. അപ്പൊ ഞാൻ കാണിച്ചിട്ടോ, ഇങ്ങനെ കൊള്ളാം, നന്നായി ഇഷ്ടപ്പെട്ടു. എനിക്കൊരു ഗ്രീൻ ലേസിന്റെ ഒക്കെ ഫ്ലേവറൊക്കെ ഇത് കൊള്ളാം. ഈ ഫ്ലേവറ് കഴിച്ചിട്ടില്ല, അതൊരു കഴിച്ചു നോക്കിയിട്ട് പറയണേ. അങ്ങനെ ഇടുക. പ്രശ്നം വെച്ചാലേ കഴിച്ച് നമ്മള് കഴിച്ചോണ്ടേയിരിക്കും. പക്ഷെ ഇതിപ്പോ എന്തോരം ഉണ്ടായിരുന്നു, ഞാൻ തീരാറാക്കി. ഇത്ര ഞാൻ കഴിച്ചു. അതുകൊണ്ട് ഇനി ഞാൻ കുറച്ച് നേരത്തേക്ക് എടുത്ത് വെച്ചേക്കാം. പിന്നെ എനിക്ക് എന്തൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടല്ലോ, ഒരു പ്രശ്നമല്ല, അതിൻ്റെ ഒരു ശീലം എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനെ യാത്ര പോകുമ്പം ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കണം. എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ എനിക്കിങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊരു പ്രശ്നം അത് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കണം. ചിലപ്പം വിചാരിക്കും മറ്റേ പശു ഒക്കെ ഇല്ലേ, പശുവിൻ്റെ ഒക്കെ സ്വഭാവം ഇല്ലേ, അവർക്ക് എപ്പോഴും ഇങ്ങനെ അവർ പുല്ല് കഴിക്കുമ്പോൾ കുറച്ചിങ്ങനെ സ്റ്റോർ ചെയ്തെന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അയ വെട്ടിക്കൊണ്ടിരിക്കും എന്ന് പറയും. അതുപോലത്തെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്. എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും, എന്നാൽ ഒരു നേരം ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് കാര്യമായിട്ട് കഴിച്ച് വയറ് നിറച്ച് വെക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഒട്ടുമില്ല. പലപ്പോഴായിട്ട് ഇങ്ങനെ കുറച്ച് കഴിച്ചുകൊണ്ടേ ഇരിക്കണം. പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് മേടിച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഇതിപ്പോൾ കുറേ നേരമുണ്ട്. ഇനിയും എൻ്റെ ഒരു 40 കിലോമീറ്റർ, മൊത്തം ഒരു 150 കിലോമീറ്റർ ഉണ്ട്. ബോറടിച്ചിരിക്കണം ഞാനിങ്ങനെ. എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കേ, ഇത് മലയാണെന്ന് വിചാരിച്ചു, പക്ഷെ അല്ല കേട്ടോ. ഇത് മണ്ണാണ്, മരുഭൂമിയാണ്. മണ്ണല്ല, മണലില്ലേ, മൺകൂന, സാൻഡ് ഡ്യൂൺസ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. പക്ഷെ പെട്ടെന്ന് അകലേന്ന് കണ്ടപ്പം മലകൾ പോലെ തോന്നി. എനിക്ക് തോന്നുന്നു ഇവിടെ റാസൽ ഖൈമൊക്കെ എത്തുമ്പോഴാണ് ധാരാളമായിട്ട് മലകൾ കാണാൻ പറ്റാന്ന്. കാരണം അത് ഒമാൻ്റെ ഒക്കെ ബോർഡർ ആവുമല്ലോ. ഒമാന് പിന്നെ ഫുള്ള് മലകൾ തന്നെ. ഇത് പക്ഷെ രസം കേട്ടോ അങ്ങനെ കാണുമ്പോൾ. പ്രത്യേകിച്ച് ആ ഒരു സൺസെറ്റിന്റെ ടൈമൊക്കെ ആയി തുടങ്ങിയല്ലോ. എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു.
ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് നമ്മൾ. ഇതാ എത്തി. അൽജഹീലി എന്നാണ് കേട്ടോ ഈ ഫോർട്ടിൻ്റെ പേര്. ഇത് അലൈനിലെ ഒരു വലിയ ഫോർട്ടാണിത്. UAE തന്നെ വലിയ ഫോർട്ട്സിൽ ഒന്നാണ്. ഇവിടുത്തെ അന്നത്തെ ഷെയ്ഖിൻ്റെ സമ്മർ റെസിഡൻസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഇതിനെ. ഇവിടെ നല്ല കാറ്റുണ്ട് നോക്കിയേ. അതുകൊണ്ട് നമുക്കൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചൂട് കാരണം പുറത്തേക്ക് ഇറങ്ങാനേ പറ്റാറില്ല. ഇന്നിപ്പോൾ അത്ര ചൂടുമില്ല. അത് മാത്രമല്ല നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സമാധാനത്തിലൊന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ, പിന്നെ ആരും തന്നെ ഇല്ല വേറെ. അപ്പം നമുക്കിങ്ങനെ എല്ലാം നല്ല ആസ്വദിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല സൗകര്യമായിരുന്നു. നമ്മൾ അലൈനിലൊരു ഫോർട്ട് കാണാൻ വന്നതാണ്. പക്ഷേ നമുക്കൊരു അബദ്ധം പറ്റി. 9 മണി തൊട്ട് 7 മണി വരെ ഇത് ഓപ്പൺ. നമ്മളിവിടെ എത്തിയപ്പോഴത്തേന് കറക്റ്റ് 7 മണിയായി. പക്ഷേ നോക്കി നമുക്കിത് 7 മണിയായെന്ന് ഫീൽ ചെയ്യുന്നേ ഇല്ല അല്ലേ. ഞങ്ങളിവിടെ അത് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് സമയം നോക്കുന്നത്. അപ്പോൾ ഇതേ 7 മണി, കറക്റ്റ് 7 മണിയിൽ 6:50 സംതിങ് ആയി. അപ്പോൾ പിന്നെ ഇനി എന്തായാലും അവർ അകത്തേക്ക് കയറ്റി വിടില്ല. അപ്പോൾ പുറത്തുനിന്നൊക്കെയുള്ള വ്യൂ ഒക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അയ്യോ, ഞങ്ങൾ എത്ര മണിക്കൂർ, 1 മണിക്കൂറിന് മേലെ ഡ്രൈവ് ചെയ്ത് ഒന്നര പോയിട്ട് 150 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വന്നതാ ഈ ഫോർട്ട് കാണാൻ. പുറത്ത് നിന്ന് കാണാനേ പറ്റുള്ളൂ. എന്തായാലും ഇനിയിപ്പം ഇത് നടന്ന് കാണാനല്ലേ പറ്റുള്ളൂ. പക്ഷേ അവരോടൊന്ന് അകത്തേക്ക് കടത്തി വിടുമെന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ വേണ്ട, കാര്യമില്ലല്ലോ. എന്തായാലും 7 മണിക്ക് ക്ലോസ് ചെയ്യും. പിന്നെ ഇപ്പം നമുക്കത് കണ്ട് ഇറങ്ങാനുള്ള ടൈമില്ലല്ലോ. ആ സമയം കൊണ്ട് പുറത്തൊക്കെയുള്ള കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ പകലുള്ള കാഴ്ചയും രാത്രിയുള്ള കാഴ്ചയും രണ്ടാണല്ലോ എവിടെയാണെങ്കിലും. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. കാരണം നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ. അപ്പോൾ ഇവിടെ ഇതിന് ചുറ്റും ഒന്ന് നടന്ന് കണ്ടിട്ട് പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗാർഡൻ ഉണ്ട്, ഒരു പാർക്കുണ്ട്. അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാം എന്നൊക്കെ വിചാരിച്ചു. കാരണം നോക്കിയാൽ ഡേറ്റ്സ് ഉണ്ടായിട്ട് അവർ നെറ്റ് ഇട്ടേക്കാണ്. അങ്ങനെ ഇത് ചുറ്റും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കുറേ പക്ഷികളൊക്കെ ഉണ്ട്, അവരുടെ സൗണ്ടൊക്കെ ഉണ്ട്. തത്തയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളിങ്ങനെ കണ്ടു. ഞങ്ങളുടെ മുന്നിൽ ഓടണം അങ്ങോട്ട് പറന്നുപോയി. ദാ ഈ ഒരു ഫ്രെയിം നല്ല രസമല്ലേ. സൺസെറ്റ് ആയി തുടങ്ങുമ്പോൾ തന്നെ സ്കൈൻ്റെ കളറും പിന്നെ ആ ലൈറ്റിൻ്റെ കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു രസമാണ് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ടേ. അകത്ത് കയറാത്തതിൽ ചെറിയ വിഷമമൊക്കെ ഉണ്ട്. ഇത്രയും ദൂരം വന്നതല്ലേ കഷ്ടപ്പെട്ട്. എന്നാലും സാരില്ല. നോക്ക്, സ്റ്റാർബക്സ് കണ്ടുപിടിച്ചു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടാവാം, അല്ല കുടിച്ചിട്ടാവാം ബാക്കിയെല്ലാം നടത്തുന്നത്. മടുത്തായിരുന്നു സത്യം പറഞ്ഞാൽ. ഇത്രയും ലോങ് ഡ്രൈവും പിന്നെ ഇതിന് ചുറ്റും നടക്കുമ്പോഴത്തേനും നമ്മളൊന്ന് ടയേർഡ് ആവുമല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, അക്ഷയന്തയിൽ പോയി വാങ്ങിയിട്ട് വന്നാൽ മതി, ഞാനിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ടേ പുറത്തിരിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. ഇതാ സ്ട്രോബെറിയുടെ ഒരു ഡ്രിങ്കാണ് വാങ്ങിയത് കേട്ടോ. എനിക്ക് പൊതുവേ കോഫി അല്ലെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവേഴ്സൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. എന്നാലും നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കണമല്ലോ. കുടിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാനാണ് കഴിച്ച് നോക്കിയത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്താ നോക്കാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം ആ ചൂട് സമയത്ത് നമുക്ക് നല്ലൊരു റിലാക്സിങ് ആണല്ലോ, തണുത്ത എന്തെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും. അങ്ങനെ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. കുറേ പേര് അവിടെ ബസ് കയറാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കണ ഒരുപാട് ദൂരെയാണ്. അങ്ങനെ ഞങ്ങളിത് കുടിച്ചുകൊണ്ട് പതിയെ തിരിച്ച് നടന്നു തുടങ്ങി. ഇതാ നൈറ്റിലുള്ള ഫോർട്ടിൻ്റെ വ്യൂ നോക്കിക്കേ, നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ലൈറ്റ്സൊക്കെ വരുമ്പം എല്ലാത്തിനും ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. ഇതാ 2 കുതിരകൾ നടന്നു പോകുന്നുണ്ട് ആ റോഡിൽ. അത് ഇവിടുത്തെ പോലീസാണ് കേട്ടോ, CIDs ആണ്. ഇവരിങ്ങനെ വരും ഇടയ്ക്ക്. എന്നിട്ട് നമ്മുടെ ID ഒക്കെ ചെക്ക് ചെയ്യും. എല്ലാവരുടെയും ചെക്ക് ചെയ്യില്ല, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ വാലിഡ് അല്ലാത്ത ID ഒക്കെ അല്ലെങ്കിൽ ID ഇല്ലാതെയൊക്കെ ആരെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടേ. ആ റോഡിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കണേ. ഇനിയിപ്പോൾ എന്താ ആലോചന എന്നറിയോ, രാത്രിയിൽ എന്ത് ഫുഡ് കഴിക്കണം എന്നുള്ളതാണ്. അതൊരു വലിയ ടാസ്ക്കാണ് കേട്ടോ. ഓരോ ദിവസവും അതെന്ത് കഴിക്കണം എന്നുള്ള തീരുമാനിക്കുന്നത്. രാവിലത്തെ ഉച്ചക്കത്തെ പിന്നെ വലിയ ടെൻഷനിലാണ്ട് കടന്നു പോകും. വൈകിട്ട് എന്നിട്ട് എന്തെങ്കിലും ഒരു അൺഹെൽത്തി സാധനം പോയി കഴിക്കുകയും ചെയ്യും, അതും പാതിരാത്രി ആകുമ്പോൾ. എന്തായാലും ഇന്ന് പോണ വഴിക്ക് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകണമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.